അവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് ഉറപ്പായും വരാൻ ചാൻസുള്ള കുറച്ച് കറണ്ട് അഫെയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഷോർട്ട് കറണ്ട് അഫെയേഴ്സ്. തപോമയ്യുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് സന്തോഷ് കുമാർ. അപ്പോൾ തപോമയ്യുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് സന്തോഷ് കുമാർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നാരകങ്ങളുടെ ഉപമ എന്നുള്ളത് ഈ ലേറ്റസ്റ്റ് 2023 ബഷീർ അവാർഡ് നേടിയിട്ടുണ്ട്. ഇനി 2024 ICC T20 പുരുഷ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മ. 2024 ICC T20 പുരുഷ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് രോഹിത് ശർമ്മ. പ്രഥമ ഖോ വേൾഡ് കപ്പ് വേദി ഇന്ത്യ. പ്രഥമ ഖോ വേൾഡ് കപ്പ് വേദി ഇന്ത്യ. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. 2024 ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം കാലിഫോർണിയ. 2024 ഡിസംബറിൽ പക്ഷിപ്പനിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യം കാലിഫോർണിയ. ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗഹാർ ആണ്. അദ്ദേഹം 2017 കാലയളവിലാണ് ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 2025 പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സിഖ് വിഭാഗത്തിൽ നിന്നുള്ള ചീഫ് ജസ്റ്റിസ് ജഗദീഷ് സിംഗ് ഗഹാർ ആണ്. 2025 പത്മവിഭൂഷൺ ലഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് ട്രിപ്പിൾ തലാഖ്, അതുപോലെ റൈറ്റ് ടു പ്രൈവസി അങ്ങനെയുള്ള വിധികൾ നിലവിൽ വന്നത്. ഇനി 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് യാനിക് സിന്നർ, ഇറ്റലി. അപ്പോൾ ഇറ്റാലിയൻ കളിക്കാരനാണ് അദ്ദേഹം. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടം നേടിയത് യാനിക് സിന്നർ. ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവിനെയാണ് പരാജയപ്പെടുത്തിയത്. 2024 US ഓപ്പൺ, 2024-25 ഓസ്ട്രേലിയൻ ഓപ്പൺ എന്നീ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ അദ്ദേഹം നേടിയെടുത്തു. അപ്പോൾ 2024 US ഓപ്പണും 2024-25 ഓസ്ട്രേലിയൻ ഓപ്പണും യാനിക് സിന്നർ, ഇറ്റാലിയനായിട്ടുള്ള യാനിക് സിന്നറിനെയാണ് കിട്ടിയത്. ഇനി ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം NVS-02. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയുടെ 100ാമത്തെ വിക്ഷേപണ ദൗത്യം NVS-02. റോക്കറ്റ് GSLV F-15. റോക്കറ്റ് ഏതാണ്? GSLV F-15. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടർ രാജരാജൻ, മലയാളിയാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഡയറക്ടർ ആരാണ്? രാജരാജൻ, മലയാളി. അപ്പോൾ ISRO ചെയർമാൻ നാരായണൻ. ISRO ചെയർമാൻ നാരായണൻ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സമുദ്രാഭ്യാസമാണ് സമുദ്രലക്ഷ്മണ, മലേഷ്യ. ഇന്ത്യയും ഏതു രാജ്യവും തമ്മിലുള്ള ഉഭയകക്ഷി സമുദ്രാഭ്യാസമാണ് സമുദ്രലക്ഷ്മണ, മലേഷ്യ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മുംബൈ. രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ ഫോറൻസിക് വാൻ നിലവിൽ വന്നത് മുംബൈ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പി ഡോക്ടർ രാജ രാമണ്ണ. ഇന്ത്യൻ ആണവ പദ്ധതിയുടെ ശില്പി ഡോക്ടർ രാജ രാമണ്ണ. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡി ഗുഗേഷ് ആണ്. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ഡി ഗുഗേഷ്. തെലങ്കാന സർക്കാർ കാർഷിക നിക്ഷേപ സഹായ പദ്ധതി ഋതു ഭരോസ. ഇപ്പോൾ ഋതു ഭരോസ എന്നുള്ള കാർഷിക നിക്ഷേപ സഹായ പദ്ധതി തുടങ്ങിയ സംസ്ഥാനം തെലങ്കാന സർക്കാർ. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. 2025 ഫിഡെ വേൾഡ് ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ടി പത്മനാഭൻ. കരുവന്നൂർ എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ടി പത്മനാഭൻ. ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ടുള്ള കൃത്രിമോപഗ്രഹമാണ് ലിഗ്നോസാറ്റ്. ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ടുള്ള കൃത്രിമോപഗ്രഹം ലിഗ്നോസാറ്റ് ജപ്പാനാണ് നിർമ്മിച്ചത്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രസിഡന്റ് മസാറ്റോ കാൻഡ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പ്രസിഡന്റ് ആരാണ്? മസാറ്റോ കാൻഡ. മസാറ്റോ കാൻഡ ADBയുടെ പ്രസിഡന്റാണ്. ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ ലഡാക്കിലെ ലേയാണ് ഇന്ത്യയുടെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവലിംഗ് സ്റ്റേഷൻ. നമീബയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് നേതുംബോ നൻഡി ദാത്വ. അപ്പം നമീബയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് നേതുംബോ നൻഡി ദാത്വ. കാകതീയ സുവോളജിക്കൽ പാർക്ക് തെലങ്കാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാകതീയ സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? തെലങ്കാന.
രതബാനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. രതബാനി ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? മധ്യപ്രദേശ്. 29ാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് പായൽ കപാഡിയ. അപ്പോൾ 29ാം കേരള രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് പായൽ കപാഡിയ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. 2025 ക്വാഡ് ഉച്ചകോടി വേദി ഇന്ത്യയാണ്. 2024 വേദി US-ലെ വിൽമിംഗ്ടൺ ആയിരുന്നു. അപ്പോൾ 2024 US-ലെ വിൽമിംഗ്ടൺ, 2025 ഇന്ത്യ. ക്വാഡിൻ്റെ ഫുൾ ഫോമാണ് ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇനി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ പങ്കുചേരുന്ന ഒരു സംസ്ഥാനം സിക്കിമാണ്. അപ്പോൾ 2024 ഹോൺബിൽ ഫെസ്റ്റിവലിൽ പങ്കുചേരുന്ന സംസ്ഥാനം സിക്കിമാണ്. ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ്. ഗൂഗിളിൻ്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഗൂഗിളിൻ്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഗൂഗിളിലെ ഇന്ത്യയിലെ ആദ്യത്തെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്ററാണ് ഹൈദരാബാദിൽ നിലവിൽ വരുന്നത്. അപ്പോൾ ഗൂഗിളിൻ്റെ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്റർ ഹൈദരാബാദ്. ഇന്ത്യയിൽ തന്നെ ആദ്യ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സെൻറ്ററാണ് ഗൂഗിളിൻ്റെ ഹൈദരാബാദിൽ നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യ ജലമരം, അതായത് ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ്. ഏതാണ് ഇന്ത്യയിലെ ആദ്യ ജലമരം? ലിക്വിഡ് ട്രീ സ്ഥാപിച്ചത് കുഫോസ് ആണ്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിക്കുന്ന 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂരാണ്. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി ഏതാണ്? തൃശ്ശൂർ. 36ാമത് കാസർഗോഡായിരുന്നു. അപ്പോൾ 36ാമത് കാസർഗോഡായിരുന്നു. 37ാമത് കേരള സയൻസ് കോൺഗ്രസ് വേദി തൃശ്ശൂർ. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. ഗോവിന്ദ് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഗോവിന്ദ് സാഗർ തടാകം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണി. 2024 ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. ഇനി 2024 കേരളജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. 2024 കേരളജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനുവിനാണ്. 2024 എത്ര പേർക്കാണ് ഭാരതരത്ന ബഹുമതി സമ്മാനിച്ചത്? 5 പേർക്കാണ്. എത്ര പേർക്കാണ്? 5 പേർക്ക്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 പേർക്ക് ഭാരതരത്ന ബഹുമതി സമ്മാനിക്കുന്നത്. 5 പേരാരെല്ലാം നോക്കാം. കർപ്പൂരി താക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഇതിൽ LK അദ്വാനി മാത്രമാണ്, LK അദ്വാനി ഒഴികെ ബാക്കി എല്ലാവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന 2024 സമ്മാനിച്ചിരിക്കുന്നത്. അപ്പോൾ 5 പേരുടെ പേരൊന്നുകൂടി നോക്കാം. കർപ്പൂരി താക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിതമായത് ചെന്നൈയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് സ്ഥാപിതമായത് ചെന്നൈയിലാണ്. അപ്പോൾ ഇത്രയാണ് ഷുവർ ഷോർട്ട് കറണ്ട് അഫെയർസ്. ഇതെല്ലാവരും നോക്കി പോവുക. എന്തായാലും വരാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ്. താങ്ക് യു.